ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധരാധി. കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ഗോപിമാർക്ക് സ്വാഗതം. രാമായണ മാസം ഏതാണ്ട് അവസാനിക്കാറായി. രാവണ വധത്തിലെത്താറായി കഴിഞ്ഞു. അപ്പോൾ രാവണൻ എന്ന് പറയുന്നത് അതായത് ബ്രഹ്മപുത്രന്മാരായ സനകാദികൾ ഒരിക്കൽ മഹാവിഷ്ണുവിനെ കാണാനായിട്ട് വൈകുണ്ഠത്ത് ചെല്ലും. അപ്പോൾ വൈകുണ്ഠാധിപതിയുടെ ദോര പാലകന്മാരാണ് ജയവിജയന്മാർ. അങ്ങനെ ജയവിജയന്മാരെ ഇവരെ അതിനകത്ത് പ്രവേശിപ്പിക്കുക സനകാദികൾ. അങ്ങനെ സനകാദികൾ ശപിക്കുകയാണ്, നിങ്ങൾ 3 ജന്മൻ ഭൂമിയിൽ ദുഷ്ട അസുരന്മാരായിട്ട് ജനിക്കട്ടെ. അങ്ങനെ ജയവിജയന്മാരാണ് കൃതായുഗത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, ത്രേതായുഗത്തിൽ രാവണനും കുംഭകർണനും, പിന്നെ ദ്വാപരയുഗത്തിൽ ശിശുപാലനും ദന്തവക്ത്രനുമായിട്ട്. അങ്ങനെ അതിൽ ത്രേതായുഗത്തിലുള്ള രാവണനാണിത്. അപ്പോൾ ഈ രാവണൻ എന്തായാലും കൊല്ലപ്പെടേണ്ടതാണ്, രാക്ഷസകുലം നശിപ്പിക്കും എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത്. അതിനായിട്ടാണ് നാരായണൻ്റെ അവതാരം ത്രേതായുഗത്തിൽ ശ്രീരാമനായിട്ട് അവതരിച്ചത്. അപ്പോൾ ശ്രീരാമൻ ജനിച്ചത് തന്നെ ഈ രാക്ഷസ രാജാവായ രാവണനെയും ആ കുലത്തിനെയും നശിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് ഒരു നിമിത്തമായിട്ടാണ് രാവണൻ സീതയെ കട്ടു പോവുകയും ശ്രീരാമ ലങ്കയിലെത്തുകയും രാവണനെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രാവണ വിഗ്രഹമൊക്കെ തന്നെ നമ്മൾക്ക് ത്രേതായുഗത്തിൽ കാണുന്നത് അതൊരു നിമിത്തമാണ്. കാരണം ഈ രാവണൻ കൊല്ലപ്പെടണം. അപ്പോൾ അവൻ്റെ ആ ജന്മങ്ങൾ, ആ 3 ജന്മങ്ങൾ അവൻ ഇത്രയും ദുഷ്ടതരങ്ങൾ കാട്ടാമോ ആ ദുഷ്ടതരങ്ങൾ മൊത്തം ഭൂമിയിൽ കാട്ടിയിട്ട് അവന് തിരിച്ച് ആ 3ാം ജന്മത്തോടു കൂടി വൈകുണ്ഠ ലോകത്ത് വീണ്ടും ജയവിജയന്മാരായിട്ട് തിരിച്ചു ചെല്ലണം. അങ്ങനെയാണല്ലോ അവർക്ക് കിട്ടിയ ശാപം. അപ്പോൾ ആ ശാപം എത്ര ദുഷ്ടതരങ്ങൾ ചെയ്യുന്നോ അത്രയും പരമാവധി ദുഷ്ടതരങ്ങൾ ചെയ്യുക. അവസാനം വൈകുണ്ഠാധിപതിയായി അവർ തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ത്രേതായുഗത്തിൽ ശ്രീരാമനാണ് രാവണനെ കൊല്ലാനായിട്ട് അവതരിച്ചത്. പക്ഷേ ഈ രാവണൻ സീതയെ കട്ടുപോയി അശോകവനത്തിൽ പാർപ്പിച്ചിരിക്കും. സീതയുടെ അടുത്ത് ചെല്ലാൻ കഴിയില്ല. കാരണം ഈ രാവണന് ഒരുപാട് ശാപങ്ങളുണ്ട്. അതിലൊരു ശാപമാണ് രാവണൻ്റെ സഹോദരനായ കുബേരൻ്റെ മക്കളായ നളകുമാരന്മാരുടെ ഭാര്യ രംഭയെ അടുത്ത് ചെല്ലുകയും രംഭയെ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോൾ രംഭ ശപിക്കുന്നതാണ്, നീ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളടുത്ത് പോയാൽ നിന്റെ തല പൊട്ടിത്തെറിക്കും. അങ്ങനെ ആ ശാപത്തെ ഭയന്നാണ് സീതയുടെ അടുത്ത് പോകാത്തത് എന്നും പറയുന്ന ഐതിഹ്യം പറയുന്നുണ്ട്. പിന്നെ വിശ്വകർമാവിൻ്റെ അങ്ങനെ ഒരുപാട് ശാപങ്ങളൊക്കെ ഈ രാവണന് ഏറ്റിട്ടുണ്ട്. എത്ര ദുഷ്ടനെ ശ്രീരാമ എന്ന് വിളിക്കത്തില്ല. അവസാനം എന്താ സംഭവിച്ചത്? ശ്രീരാമനാൽ തന്നെ രാവണനെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. രാവണൻ്റെ ഈ 10 തല